Good afternoon. Afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്യാം അല്ലേ? Prayer. ഈശ്വരാ ജഗദീശ്വരം സർവേശ്വരാ നമോ നമോ. ഈശ്വരാ ജഗദീശ്വരാ സർവേശ്വരാ നമോ നമോ. പൂവിലും തളിരിലും തുഷാരബിന്ദുവിലും പാരിലും വിണ്ണിലും വിളങ്ങും നീതനേ. ഞങ്ങളിൽ സ്നേഹമായി നന്മയായി കനിയണമേ. ഞങ്ങളെന്നും നന്ദിയോടെ നമിടുന്നു. ഈശ്വരാ ജഗദീശ്വരാ സർവേശ്വരാ നമോ നമോ. ഈശ്വരാ ജഗദീശ്വരാ സർവേശ്വരാ നമോ. നന്നായിരുന്നു കേട്ടോ പ്രയറ്. താങ്ക് യു മാം. Then sign in ആരാണ്? Sign in. Good afternoon, everyone, and welcome to today's live class. It is wonderful to see you all joining. We are excited to dive into today's lesson with Ashwati ma'am, who will guide to us through of the class. Please feel free to ask a question anytime, and let's make this productive and engaging learning section together. Let's get started. Thank you, ma'am. Okay, thank you. Then thought of the day. Early to bed, early to rise, keep you healthy, wealthy and wise. നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ആരോഗ്യമുള്ള ധനികനും ബുദ്ധിമാനുമായി നിലനിർത്തുന്നു. അപ്പൊ അഡ്രസ് ഒക്കെ എല്ലാം കാണിച്ചായിരുന്നോ ടീച്ചേഴ്സ്? പറഞ്ഞ ടീച്ചറും മിൽഡ്രോസിൻസും കാണിച്ചായിരുന്നോ? പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ അഡ്രസ് എല്ലാം ഫെമിലിയർ ആയോ? ഒന്ന് രണ്ടെണ്ണം കൂടെ കാണിക്കാറുണ്ട്. ഡിവിഷന്റെ കാണിച്ചു. പ്രീ റൈറ്റിംഗ് ബോർഡ് കാണിച്ചായിരുന്നോ? പ്രീ റൈറ്റിംഗ് ബോർഡ് കാണിച്ചു ma'am. കാണിച്ചല്ലേ? ഓക്കെ. സ്റ്റൈലസിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നല്ലേ? എന്തിനു വേണ്ടിയിട്ടാ പ്രീ റൈറ്റിംഗ് ബോർഡ് ഉപയോഗിക്കുന്നേ? ഹാൻഡ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ്, പിന്നെ കുഞ്ഞുങ്ങൾ എഴുതാനും പഠിക്കാനും വേണ്ടി. അതായത് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീ റൈറ്റിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈൻ മോട്ടോർ സ്കിൽസ് ഫിംഗേഴ്സ്, ഹാൻഡ്, അതായത് അവരുടെ ചെറു ചലനങ്ങളാണ് അല്ലെ. അതായത് ഫിംഗർ വെച്ചിട്ടുള്ള ചലനങ്ങള് അല്ലെ. ഓരോ കാര്യങ്ങളും അവര്, അതായത് നമ്മള് അക്ഷരം എഴുതുന്നതിന് മുമ്പായിട്ട്, ലെറ്റേഴ്സ് കുഞ്ഞുങ്ങളെ എഴുതുന്നതിന് മുമ്പായിട്ട് അവരെ ഓരോ കാര്യങ്ങളുമായിട്ട് ഫെമിലറൈസ് ചെയ്യാൻ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, അങ്ങനെ അവരുടെ കൈ വഴങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീ റൈറ്റിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ. ഫൈൻ മോട്ടോർ സ്കിൽസിൽ കുറെ കാര്യങ്ങൾ വരും. പെൻസിൽ പിടിക്കുന്നത്, അതുപോലെ പേജ് മറിക്കുന്നത്, ചിത്രങ്ങൾ വരയ്ക്കുന്നതൊക്കെ ഫൈൻ മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ സ്കിൽ ഉണ്ട്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് വലിയ ചലനങ്ങളാണ്. അതായത് അവർ കാലുകൊണ്ട് പന്ത് കളിക്കുന്നത്, അതുപോലെ പന്ത് ക്യാച്ച് ചെയ്യുന്നത്, കൈകൊണ്ട് ക്യാച്ച് ചെയ്യുന്നത്, ഇതൊക്കെ ഗ്രോസ് മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡില് സ്റ്റൈലസ് ഉണ്ട്. സ്റ്റൈലസ് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ അവരുടെ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഓരോന്നും വരപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ടച്ച് കാർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ടച്ച് കാർഡ്സ് Yes, ma'am. ആ എന്താ പറഞ്ഞത്? ടച്ച് കാർഡ്സ് എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? ടച്ച് കാർഡ് ടച്ച് ചെയ്തിട്ടില്ല, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട്. അതായത് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് തരത്തിലുള്ള കാർഡുകളാണ്. ഒന്ന് നൈസ് ആയിട്ടുള്ള കാർഡ്സ്, മറ്റൊന്ന് കുറച്ച് റഫ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. നിങ്ങള് പ്രാക്ടിക്കൽസിന് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണടച്ചുകൊണ്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ കേട്ടോ. അത് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ണടച്ചിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ ഈ ഒരു കാർഡില് രണ്ട് തരം കാർഡാണ്. മൊത്തം 20 എണ്ണമാണ് ഉള്ളത്. ഇതിനകത്ത് ഓരോ സെറ്റിലും 10 എണ്ണം വീതമാണ് ഉള്ളത്. 10 എണ്ണം. ഓക്കെ, ഇതിനകത്ത് ഒരെണ്ണത്തിന്റെ ജോഡി നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 5 ജോഡികളായിട്ടാണ് 10 എണ്ണമാണ് ടോട്ടല്. അതായത് ഈ നൈസ് ആയിട്ടുള്ള കാർഡ്സ് 10 എണ്ണം ഉണ്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ ജോഡി ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണം എടുത്തിട്ട് അതിനെ ഒന്ന് ടച്ച് ചെയ്യണം. ഓക്കെ, ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫീലിങ്സ് നമ്മൾക്ക് ഏതിലാണോ കിട്ടുന്നത്, ഏത് കാർഡിലാണോ കിട്ടുന്നത്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ബാക്കിയുള്ളതിൽ നിന്ന്. മനസ്സിലായോ? ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. കാരണം ഇത് നൈസ് ആണ്, എല്ലാവരും ഒരേപോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ ഇത് കുറച്ച് റഫാണ്. മറ്റു കാർഡുകൾ കേട്ടോ, ഇത് കുറച്ച് റഫാണ്. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? സാൻഡ് പേപ്പറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ജിഷ മാമിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞായിരുന്നോ നിങ്ങളുടെ? കഴിഞ്ഞു മാം. കഴിഞ്ഞല്ലേ? പിന്നെ ബീറ്റ് സ്റ്റെയറിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ബീറ്റ് സ്റ്റെയർ ഇത് ബീറ്റ് സ്റ്റെയർ ആണ്. ഞാൻ നോക്കി നിങ്ങള് ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ കയ്യിലൊരു ബോക്സ് തരും, അതിനകത്ത് ബേർഡ്സ് ഉണ്ടാകും. അപ്പൊ കുട്ടികളെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബീറ്റ് സ്റ്റെയർ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഏറ്റവും താഴെ ആയിട്ട് 10 എണ്ണമാണ്. 10 എണ്ണത്തിന്റെ ബീഡാണുള്ളത്. ഓക്കെ, ഇത് സ്പ്രിംഗ് രൂപേണയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 9, 8, 7, 6, 5, 4, 3, 2, 1 കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങളെ എങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം, അതുപോലെ തന്നെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ എങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് ഈ ബീറ്റ് സ്റ്റെയർ വഴി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, കാർഡ്സ് ആൻഡ് നമ്പേഴ്സ് പറഞ്ഞായിരുന്നോ? കാർഡ്സ് ആൻഡ് നമ്പേഴ്സ് പറഞ്ഞായിരുന്നു അല്ലെ? ഓക്കെ, അത് കാണിച്ചു തന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത്രയുമാണ് മെറ്റീരിയൽസ് ഉള്ളത് കേട്ടോ. മാത്തമാറ്റിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട അപർണ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്കിത വരുന്നില്ലേ? ശനിയാഴ്ച വരുന്നില്ലേ അങ്കിത? ശനിയാഴ്ച വരുന്നുണ്ടോ? സാറ്റർഡേ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നുണ്ടോ? നോ മാം, ആക്ച്വലി പ്ലാൻ ആയിരുന്നു, ബട്ട് ക്യാൻസൽ ചെയ്തു മാം. ചെയ്തല്ലേ? ആക്ച്വലി ചെറുതിന് ഇത് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുണ്ട്. അപ്പോ ആദ്യം ട്രാവൽ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാൻസൽ ചെയ്തു മാം. ലോങ് ആണല്ലോ അവിടെ നിന്ന് ഇവിടെ വരെ വരാനായിട്ട്. ട്രെയിനൊക്കെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ? ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കട്ടോ. അടുത്തത് നിങ്ങള് മൊഡ്യൂൾ 3 പാർട്ട് 1 മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്ന ഒരു ഇതാണ് ഞാനിപ്പോ എടുക്കാനായിട്ട് പോകുന്നത്. അതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോ കണ്ട പാരറ്റസ്, അതുപോലെ തന്നെ ഇനി നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുമ്പോൾ കാണാൻ പോകുന്ന പാരറ്റസുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. കാണുന്നുണ്ടല്ലോ? നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ഇതിന്റെ?
ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ കയ്യില് എടുത്തിട്ട് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഒന്ന് നോക്കുക കേട്ടോ. ഫസ്റ്റ് പേജ്. ഞാനൊരു സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ടോ? കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ മാം? നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഞാൻ ചോദിച്ചാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ മാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. സുജിത വായിച്ചു കഴിഞ്ഞോ? സുജിത, സുജി, യെസ് മാം. എന്താ മനസ്സിലായത് സുജിത വായിച്ചപ്പോ? ഫസ്റ്റ് പാരഗ്രാഫ് ഇതിലെ പ്രാക്ടിക്കൽ ലൈഫ് എന്താണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മള് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് എത്രത്തോളം അത് അതിന്റെ മീനിങ് ആയിട്ട് നമ്മളത് പ്രാവർത്തികമാക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ജീവിതം നമ്മൾ എത്രത്തോളം അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജീവിക്കുന്നു എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇതിൽ തന്നെ കുട്ടിക്ക് അവരുടെ ജീവിത പ്രവർത്തനങ്ങൾ എത്രത്തോളം പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ അവർക്ക് അത് അനുകൂലമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്. അതായത് കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുമ്പം അവർക്ക് മനസ്സിലാകുന്ന രീതി അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന രീതി അത്രത്തോളം അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാവണം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് പിന്നെ
കുട്ടികളുടെ കാര്യമാണ് മീനിങ് ആൻഡ് പർപ്പസ്. അതെ അതെ അത് കുട്ടികളുടെ ജീവിതത്തിലെ അവരുടെ പ്രായോഗിക, അതായത് പ്രാക്ടിക്കൽ ലൈഫില് അതിന്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും കുട്ടിയുടെ വളർച്ചയെ എത്രത്തോളം നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതായത് ഇപ്പം നമ്മുടെ മക്കൾക്ക് അവരുടെ വളർച്ചയിൽ നമ്മൾ എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇപ്പം ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എത്രത്തോളം അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുണ്ട്. പിന്നെ അവർക്ക് സൊസൈറ്റി ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പിന്നെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക. പാരന്റ്സ് മുഖേന ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൽ അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. പ്രാക്ടിക്കൽ ലൈഫായിട്ട്, അതായത് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി ആയിട്ട് കുട്ടിക്ക് എത്രത്തോളം അറ്റാച്ച്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനും നമ്മളെ സഹായിക്കാം. പിന്നെ കുട്ടിയുടെ എക്സസൈസും ബുദ്ധി വളർച്ചയും എത്രത്തോളം അതിനെ നമ്മൾ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിലും എത്രത്തോളം അതിന് ഹെൽപ്ഫുൾ ആവുന്നു എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് അത്ര മനസ്സിലായത്. വായിച്ചു എനിക്ക് മനസ്സിലായി, കൺവേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഒരുപാട് വർദ്ധിക്കും അത് ചെയ്യുന്നത് വഴി. അതുപോലെ കാര്യങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ള വേയിൽ ചെയ്യാനായിട്ട്, ഒരു ഓർഡറിൽ ചെയ്യാൻ അവർ പഠിക്കും. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് നോളജ് ഉണ്ടാവും, അവരെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്കുള്ള ഫൈൻ മോട്ടോർ സ്കിൽസും അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ആവും. അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു ലിമിറ്റിൽ, അതിൻ്റേതാകുന്ന ലിമിറ്റേഷൻസിൽ ചെയ്യാനും ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് ഇതാക്കാനും കുട്ടികളെ സഹായിക്കും. ഇവിടെ പറയുന്നുണ്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്നതിന്റെ മീനിങ് ബേസിക്, യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ആണെന്നല്ലേ. അതായത് അടിസ്ഥാനപരമാണ്, അതുപോലെ തന്നെ ഉപയോഗപ്രദമാണ്, ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. അതുപോലെ ലൈഫ് എന്ന് പറയുന്നതിന്റെ മീനിങ് വേ ഓഫ് ലിവിങ് ആണ് അല്ലെ. അപ്പോ ഒരു യൂസ്ഫുൾ വേ ഓഫ് ലിവിങ് എന്നാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഉപയോഗപ്രദമായിട്ടുള്ളത്. നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിനെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവര് വളരുന്ന ഓരോ സ്റ്റേജിലും ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത് ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. പ്രശസ്തനായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകൻ, അതായത് എഡ്യൂക്കേഷണൽ തിയറിസ്റ്റ്, അതുപോലെ തന്നെ ലോകപ്രശസ്ത കവിയുമായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു കോട്ട് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. അറിയാമോ ആർക്കെങ്കിലും രവീന്ദ്രനാഥ് ടാഗോറിന്റെ കോട്ട്? എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അതെ, അത് അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ്. മറിച്ച് അദ്ദേഹം നമ്മുടെ മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോട്ട് കൂടി, അതായത് നമുക്ക് അതിനോട് കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കോട്ട് കൂടി പറയുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളില് അറിവുകൾ കുത്തി നിറയ്ക്കലല്ല, ഓക്കെ, അതിലുപരി ഏത് ജീവിത സാഹചര്യങ്ങളുമായും അവരെ പൊരുത്തപ്പെടാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു ദീർഘമായിട്ടുള്ള വീക്ഷണമാണ് അദ്ദേഹത്തിനുള്ളത്. ഓക്കെ. അപ്പൊ നമ്മള് കുറെ അറിവുകൾ കുത്തി നിറച്ചിട്ട് മാത്രം കാര്യമില്ല, അവർ ഏത് ജീവിത സാഹചര്യത്തോട് എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം, അഡാപ്റ്റ് ആവണം. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവരത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ആ ഒരു കാര്യം കൂടി ആര് പറയുന്നുണ്ട്? രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈമറി നീഡ്സ്, അതായത് എന്തൊക്കെയാണ് നമ്മുടെ പ്രൈമറി നീഡ്സ്? നിങ്ങൾ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഫുഡ്, അതുപോലെ ക്ലോത്ത്, ഷെൽട്ടർ അല്ലെ. ഇത് മൂന്നുമാണ് നമ്മുടെ പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ടുള്ള ആയുധമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഡ്യൂക്കേഷനെ ഉപയോഗിക്കാം. അപ്പോ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കുട്ടികളെ എങ്ങനെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കാം, എങ്ങനെയാണ് അവർ സ്വയം കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ സറൗണ്ടിങ്സ് അഥവാ ചുറ്റുപാടുമായിട്ട് എങ്ങനെ അവരെ പൊരുത്തപ്പെടുത്താം എന്നുള്ള മഹത്തായ ഒരു സന്ദേശം കൂടി എന്തിനുണ്ട്? നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷനുണ്ട് അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് നോക്കിയത് നിങ്ങൾ കിച്ചണിൽ നിന്നായിരിക്കുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിയേ, കിച്ചണിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കല്ലേ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പഠിപ്പിക്കുക സ്വയം ചെയ്യാനായിട്ട്, ആണല്ലേ.
കുറച്ചെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും കിച്ചണിൽ നിന്നുള്ളത് ചെയ്യാനായിട്ട് അല്ലെ. അതായത് ഇപ്പോ അമ്മ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും കറിയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ, അതായത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണ് ഞാൻ പറയുന്നത്, ചെറിയ കുഞ്ഞുങ്ങളല്ല. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കുക എന്നുള്ളതാണ്. അതൊരു ആക്ടിവിറ്റി അല്ലേ, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ അതിനെ. അതായത് ഭക്ഷണം കഴിച്ച പാത്രം അവര് തന്നെ കഴുകി വെക്കുക, അതായത് അവര് കഴിച്ച പാത്രം അവര് തന്നെ വാഷ് ചെയ്ത് വെക്കുക. അതൊക്കെ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ എന്റെ മോക്ക് 4.5 വയസ്സാ, അവള് തനിയെ അവിടെ കഴിക്കുന്ന പാത്രം ഇപ്പോഴും കഴിയും. വെരി ഗുഡ്, നല്ല കാര്യമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നേ. കാരണം കുഞ്ഞുങ്ങൾക്ക് സ്വയം നമ്മൾ, അതായത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാല് വലുതാവുമ്പോഴും അവർക്ക് ഇത് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യണം, അതായത് നമ്മൾ കഴിച്ച പാത്രം കഴുകി വെക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇടുന്ന വസ്ത്രം വലിയ, അതായത് കുറച്ചും കൂടി മുതിർന്നിട്ടുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്ന വസ്ത്രം അത് കഴുകി വെക്കാനും അത് എന്താ പറയാ ഉണക്കി വെക്കാനും അതുപോലെ അത് മടക്കിയൊക്കെ വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പോ ചെറിയ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ജഗ് എടുത്തു കഴിഞ്ഞാല് വെള്ളം കുടിക്കണം എന്ന് കുഞ്ഞ് പറയുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കാം. പക്ഷെ അവരെ കുറച്ചും കൂടി അവരെ ആ ഒരു കാര്യത്തിന് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് പറയാം, സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് ജഗ്ഗിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾ എടുത്ത് കുടിച്ചോളൂ എന്ന് പറയാം. ഇതിലൂടെ എന്താണ്, ഇങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്വയം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ. ചെറിയ വലിയ കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അത് കത്തിയാണ്, നൈഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികൾക്കൊന്നും നമ്മൾ അത് കൊടുക്കാനായിട്ട് പാടില്ല. കുറച്ചും കൂടി മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അത് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് അവരിടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ, ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള്, അതായത് നമ്മള് അവിടെ നിന്ന് പുറത്തു നിന്നൊക്കെ എടുത്തിട്ട് വരുമ്പോൾ അവരുടെ ഡ്രസ്സ് വേണമെങ്കിൽ അവർക്ക് തന്നെ കൊടുത്തിട്ട് ഒന്ന് മടക്കി വെക്കാനായിട്ട് പറയാം, ഫോൾഡ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ അതൊക്കെ എന്താണ്, അതായത് അവരുടെ, അതുപോലെ തന്നെ അവര് വെക്കുന്ന എവിടെയാണോ ഡ്രസ്സ് ഒക്കെ ഇരിക്കുന്നത് ആ ഒരു അലമാരയിലോ എന്തിലെങ്കിലും അത് അടക്കി വെക്കാനായിട്ടൊക്കെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് കുഞ്ഞുങ്ങളെ അവരുടെ സ്വയം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഹെൽപ്പ് ചെയ്യോ അല്ലെ? ചില കുഞ്ഞുങ്ങൾ, അതായത് ചെറുപ്പത്തിലെ തന്നെ നമ്മളിത് ശീലിപ്പിച്ചു കഴിഞ്ഞാലാണ്, വളരെ കുഞ്ഞായിരിക്കുമ്പോഴല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറച്ചുകൂടി നമുക്കറിയാമല്ലോ അവര് എത്രയായി, അവരെന്തൊക്കെ ചെയ്യുന്നുള്ളത് നമുക്കൊരു ഇതെല്ലാം അമ്മമാർക്കൊരു ധാരണ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ചെറിയ ആക്ടിവിറ്റികൾ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. ഇപ്പൊ ജഗ്ഗിൽ തന്നെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഇടുന്നത് അതൊരു ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ അതവരുടെ എന്താ പറയാ, അവരുടെ ഫിംഗർ വഴങ്ങാനും അതുപോലെ തന്നെ ആ കുട്ടി സ്വയം കാര്യങ്ങൾ ചെയ്യാനും ഒരാളുടെ സഹായമില്ലാതെ വെള്ളം എടുത്ത് കൊടുക്കാനുള്ള ഒരു പക്വത ആ കുഞ്ഞിന്, അല്ലെങ്കിൽ എടുത്ത് കുടിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ആ കുഞ്ഞിന് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പുറത്തൊക്കെ പോകുന്ന സമയത്ത്, വലുതായി കഴിയുമ്പോൾ, കുറച്ചും കൂടി വലുതായി ഇപ്പോ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുറത്ത് അബ്രോഡൊക്കെ പോകുന്ന സമയത്ത് അവർ സ്വയം കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മയെ അച്ഛനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും? ഉണ്ടല്ലേ? അപ്പൊ കുഞ്ഞുങ്ങളെ ഇപ്പോ അങ്ങനെ ശീലിച്ചൊരു കുഞ്ഞാണെങ്കിൽ ഏത് സാഹചര്യവുമായിട്ട്, ഏത് സിറ്റുവേഷനുമായിട്ട് അതിന് അഡാപ്റ്റ് ആവും, പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കും. നമ്മള് ചെറുപ്പത്തിലേ തുടങ്ങി എന്ത് ചെയ്തിരിക്കണം, കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റികൾ, ചെറിയ ആക്ടിവിറ്റികളിലൂടെ അവരെ ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം, പ്രാക്ടിക്കൽ ലൈഫിന്റെ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ കൊടുക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിൽഡ്രന്റെ ഗ്രോത്ത് ആണ്, അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ അവരുടെ കോർഡിനേഷൻ, അതായത് ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണും കൈയും ഒരേപോലെ തന്നെ ചലിക്കുക,
അതുപോലെ കൈയും കാലും ഒരേപോലെ തന്നെ ചലിക്കുക. അപ്പൊ അങ്ങനെയുള്ള കോർഡിനേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് മൂവ്മെന്റ്, ആ ഒരു കോർഡിനേഷൻ മൂവ്മെന്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവര് ഇൻഡിപെൻഡന്റ് ആകുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നു അവർക്ക്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? സ്വാതന്ത്ര്യം നേടലാണ് അല്ലെ? നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ലേ? പറ്റുകയില്ലയോ? സ്വാതന്ത്ര്യം കിട്ടുമോ നമുക്ക്? ഇൻഡിപെൻഡന്റ് ആകോ? ആ, വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾക്കൊരു ജോലി ലഭിക്കുക അല്ലെ? ആ ജോലിയിലൂടെയാണ് നമ്മൾക്ക് എന്ത് കിട്ടുക? നമുക്ക് ഇൻഡിപെൻഡന്റ് ആകുക. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ അവര് ഇൻഡിപെൻഡൻസ് അവർക്ക് ലഭിക്കുന്നു. അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പഠിക്കുന്നു. അതുപോലെ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഓക്കെ, അതായത് ഓരോരോ ആക്ടിവിറ്റികളിലൂടെ, സറൗണ്ടിങ്സിലൂടെ, അല്ലെങ്കിൽ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നതിലൂടെ, പരസ്പരം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലൂടെ ഒക്കെ സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യാം? മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോ ചൈൽഡിന്റെ അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ എന്താണ് ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്. അതായത് നമ്മൾ ഈ ഓരോരോ ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ടു ഇംപ്രൂവ് ഇൻ സെൽഫ് നോളജ്, അവരുടെ ആത്മജ്ഞാനം അഥവാ സെൽഫ് നോളജ് വർദ്ധിക്കുന്നു. അവർക്ക് തന്നെയുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരിൽ തന്നെയുള്ള അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാകുന്നു. ഇൻക്രീസ് ദ ചൈൽഡ് കോൺസെൻട്രേഷൻ, കുട്ടികളുടെ ശ്രദ്ധ കൂടുന്നു. നമ്മൾ ആക്ടിവിറ്റികൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങളിലും ആക്ടിവിറ്റീസ് കൊടുക്കാത്ത കുഞ്ഞുങ്ങളിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്, എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽ എന്നല്ലേ. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് ചെറു ചലനങ്ങളാണ്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് വലിയ ചലനങ്ങളാണ്. അത് ഇംപ്രൂവ് ആവാനായിട്ട് സാധിക്കുന്നു. ദെൻ ഹെൽപ്പ് ചിൽഡ്രൻ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ്, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതായത് സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവര് ഇൻഡിപെൻഡന്റ് ആകുന്നു. ടു ക്രിയേറ്റ് ഓർഡർ, ഒരു ഓർഡറിലൂടെ അവർ പോകുന്നു. എങ്ങനെയാണ് ഓർഡറിലൂടെ പോകുന്നത്? അതായത് രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, സ്കൂളിലേക്ക് പോകുന്നു, തിരികെ വരുന്നു, ചിലപ്പോ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഒരു ഓർഡർ ലഭിക്കുന്നു എന്തിലൂടെ? ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ കേട്ടോ. ദെൻ ഇൻക്രീസ് എ ഗുഡ് സെൽഫ് ഇമേജ്, അവരുടെ സെൽഫ് ഇമേജ്, അതായത് പ്രതിച്ഛായ, അവരിൽ അവർക്ക് തന്നെ ഒരു വിശ്വാസം തോന്നാനായിട്ട് ഇടയാകുന്നു കേട്ടോ. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യാൻ സാധിക്കുമല്ലോ, എനിക്കത് ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നുള്ളൊരു തോന്നല് നമുക്ക് വരുന്നു. അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ, അതായത് ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ എങ്ങനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം, അവിടെയുള്ള ജീവജാലങ്ങൾ എന്തൊക്കെ ലിമിറ്റ്സ് ആണ് എൻവയോൺമെന്റിനുള്ളത്, അങ്ങനെ എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, കുട്ടിക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നു, റെസ്പോൺസിബിൾ ആകുന്നു. അപ്പൊ ഓരോരോ ആക്ടിവിറ്റികൾ കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ വരുന്നത്, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുട്ടിക്ക് തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് കുഞ്ഞു മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. Then aid the child in his construction, അതുപോലെ തന്നെ കുട്ടിയുടെ കൺസ്ട്രക്ഷൻ മൈൻഡ് വർദ്ധിക്കുന്നു. അതായത് നമുക്കറിയാം മോണ്ടിസോറി അപ്പാരറ്റസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പൊ ബ്രൗൺ സ്റ്റെയർ ഞാൻ അന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഓരോരോ അവരുടെ മൈൻഡിനനുസരിച്ച് ഓരോരോ ഓരോ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ഓരോരോ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അവർക്ക് ഓരോ തരത്തിൽ എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് ചെയ്യാം. അതിലൂടെ അത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? നോക്കിക്കോളൂ കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ്.
അതായത് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്, പ്രിൻസിപ്പൾസ്. ആദ്യം ഒരു ആളൊന്നൊരു പോയിന്റ്, ആദ്യത്തെ പോയിന്റ് ഒന്ന് വായിക്കാമോ, റീഡ് ചെയ്യാമോ? ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്. Okay, ma'am. Each material must have a precious purpose and be meaningful to the child. എന്താണെന്ന് മനസ്സിലായോ? ഇത് ഈച്ച് മെറ്റീരിയൽ മസ്റ്റ് ഹാവ് എ പ്രിസൈസ് പർപ്പസ് ആൻഡ് ബി മീനിങ്ഫുൾ ടു ദ ചൈൽഡ്. അതായത് മോണ്ടിസോറിൽ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഓരോ ചൈൽഡിനും അതിൻ്റെതായ ഓരോ മെറ്റീരിയൽ, ഇപ്പോ പിങ്ക് ടവർ ആണെങ്കിൽ കളർ ഐഡന്റിഫൈ ചെയ്യാൻ, വെയിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ, അങ്ങനെ ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അത് കുട്ടികൾക്ക് അതിൻ്റെതായ മീനിങ്സ്, അർത്ഥം പ്രൊവൈഡ് ചെയ്യുന്നു. ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബ്രൗൺ സ്റ്റെയർ എടുക്കാം, പിങ്ക് ടവർ എടുക്കാം, അതുപോലെ തന്നെ ബീഡ് സ്റ്റെയർ എടുക്കാം. ആ ഓരോ മെറ്റീരിയലും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മള് കുഞ്ഞിനത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് വായിച്ചോളൂ. ആദ്യത്തെ പോയിന്റ് ആരാണ് വായിച്ചത്? ഫസ്റ്റ് പോയിന്റ് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. Okay, ma'am. The difficulty or the effort that the child is to discover and understand must be isolated in a single piece of material. അടുത്ത് വായിക്കണോ? അല്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? The difficulty or the effort that the child. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു മെറ്റീരിയല്, ഇപ്പൊ ചില കുട്ടികൾക്ക് എല്ലാ മെറ്റീരിയലും പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഓരോ മെറ്റീരിയൽ അവർ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് അത്. പിങ്ക് ടവർ ആണെങ്കിൽ ചിലപ്പോൾ തെറ്റി പോവാം, ബ്രൗൺ സ്റ്റെയർ ഒക്കെ ആണെങ്കിൽ തെറ്റി പോവാം. അപ്പൊ ചിലപ്പോ കുട്ടികള് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിലപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്തായിരിക്കും അത് ഡിസ്കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കി എടുക്കുന്നത്. അങ്ങനെയാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക്, അതായത് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേപോലെ ചിലപ്പോൾ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഇവിടെ കുറെ അധികം സ്റ്റുഡൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോ അപ്പാരറ്റസിനെ കുറിച്ച് ഒരു ഐഡിയ പെട്ടെന്ന് ലഭിക്കും, മറ്റു ചിലർക്കാണെങ്കിൽ കുറച്ച് വൈകിയാണ് അത് ഉണ്ടാവുക. അപ്പോ കുഞ്ഞുങ്ങളെ, അതായത് അവരുടെ ടൈമിനനുസരിച്ച്, അതായത് അവർക്ക് എപ്പോഴാണോ അത് മനസ്സിലാകുന്നത് അതുവരെ ആ മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മോണ്ടിസോറി പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അതായത് ഒരു പ്രാവശ്യം കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു, മനസ്സിലായില്ല. രണ്ടാമത്തെ പ്രാവശ്യം കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു, മനസ്സിലായില്ല. നമ്മൾക്ക് ദേഷ്യം തോന്നാനായിട്ട് പാടില്ല. അപ്പൊ എപ്പോഴാണോ മനസ്സിലാക്കുന്നത് അതുവരെ ആ കുട്ടിയെ ആ മെറ്റീരിയൽസ് നമ്മൾ ഫെമിലിയർ ആക്കുക എന്നുള്ളത് ഡ്യൂട്ടിയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ എല്ലാവർക്കും? മൂന്നാമത്തെ പോയിന്റ് വായിച്ചോളൂ കേട്ടോ. The material development from simple to more complex design and usage. അതായത് ആ മെറ്റീരിയൽ സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ആവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി ക്ലാസ് റൂമില് മെറ്റീരിയൽസ് വെക്കുന്ന ഷെൽഫില് മെറ്റീരിയൽസ് വെക്കുന്ന രീതിയാണെന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് മെറ്റീരിയൽ ആണ് വെക്കുക. അതായത് ആദ്യം സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചു, പിന്നീടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെക്കുന്നത്. ആദ്യം കുട്ടി സിമ്പിൾ മെറ്റീരിയൽസ് ആണ് പഠിക്കുക, പിന്നീട് അത് പഠിച്ച് കോംപ്ലക്സിലോട്ട് പോകും. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസ് വെക്കുന്ന രീതിയും എങ്ങനെ തന്നെയാണ്, ആദ്യം കോംപ്ലക്സ് ടു സിമ്പിൾ അല്ല, സിമ്പിൾ ടു കോംപ്ലക്സിലോട്ടാണ് മെറ്റീരിയൽസ് പോവുക. അതായത് അതിന്റെ ഡിഫിക്കൽട്ടി കൂടുന്തോറും അതിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നാലാമത്തെ പോയിന്റ്. The materials are designed to prepare the child discursively for future learning. അതായത് ഇപ്പൊ ഓരോ മെറ്റീരിയൽസും പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ലേണിംഗ് ആയിരിക്കും. ഇപ്പോ ഡ്രസ് ഫ്രെയിം ഒക്കെ എടുക്കുകയാണെങ്കിൽ ബട്ടൺ ഫ്രെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫ്യൂച്ചറിൽ ആ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ ബട്ടൺസ് സ്വന്തമായിട്ട് ഇടാൻ, അതുപോലെ തന്നെ ബക്കിള് അങ്ങനത്തെ വലിപ്പോ ഫ്രെയിം അങ്ങനത്തെ അതൊക്കെ മെറ്റീരിയൽസ് മെയിൻ ആയിട്ട് ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതെ അതെ, ഫ്യൂച്ചറിലെ ഭാവിയിലേക്കുള്ള ഒരു കരുതൽ എന്ന പോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് വായിച്ചോളൂ കേട്ടോ. The materials begin as concrete expressions of an idea and gradually become more and more abstract. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഓരോ മെറ്റീരിയൽസും ഓരോ രീതിയിലുള്ള എക്സ്പ്രഷൻസും ഓരോ ഐഡിയാസ് ആയിരിക്കും കൺവേ ചെയ്യുന്നത്. പിന്നീട് അത്
കൂടുതലായിട്ട് വരാം. ഗ്രാജുവലി ബിക്കം മോർ ആൻഡ് മോർ അബ്സ്ട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ അത് കോംപ്ലിക്കേറ്റ്, അതായത് ഇത്തിരി കൂടി വലിയ സെൻസിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് കൺവേ ചെയ്യാന്ന്. അതെ, അതായത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഓരോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് അതായത് കൂടി വരും, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലോട്ട് പോകും. ലാസ്റ്റ് പോയിന്റ് റീഡ് ചെയ്തോളൂ കേട്ടോ. Montessori materials are designed for auto education and the control of error lies in the materials themselves rather than in the teacher. The control of error guides the child in his use of materials and allows him to recognize his own mistakes. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തേക്കുന്നത് സ്വന്തമായിട്ട് ആ കുട്ടിക്ക് തെറ്റുകൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ പിങ്ക് ടവറും ബ്രൗൺ സ്റ്റേഴ്സും ഒക്കെ ചെയ്യുമ്പോൾ അത് തെറ്റ് പറ്റാം. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്തായ അഡീഷൻ അങ്ങനത്തെ ബോർഡ് യൂസ് ചെയ്യുമ്പോഴായാലും മിസ്റ്റേക്ക് പറ്റിയ ആ കുട്ടിക്ക് അത് സ്വന്തമായിട്ട് അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവറും കൂടി ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതായത് മോണ്ടിസോറി സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെ സ്വന്തം തെറ്റുകൾ കുഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അതായത് അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവര് റിയലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെയാണ്. ഓക്കെ, മനസ്സിലായോ? മോണ്ടിസോറി പ്രിൻസിപ്പിൾസ് മനസ്സിലായോ? പ്രാക്ടിക്കൽസിന്റെ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെയാണ്? ഓക്കെ. The next one, the following points also must be taken into consideration while preparing the materials for the Montessori practical area materials. അതായത് കുഞ്ഞുങ്ങൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആരെങ്കിലും ഒരാൾ വായിക്കൂ. അറിയില്ലേ വായിക്കാനായിട്ട്? ഞാൻ അങ്കിത വായിച്ചോളൂ. അങ്കിത. ഇറ്റ്സ് ഓക്കെ മാം, അഞ്ച് വായിക്കാം. കുഞ്ഞോളിഞ്ചു. Materials are kept together in a small basket or a tray. It should be grouped and kept together according to the level of development to which they correlate and must be taken from and returned to its original position. അതായത് ഓരോ മെറ്റീരിയൽസും ഒരു ട്രേയിൽ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലായിരിക്കും വെച്ചിട്ടുള്ളത്. അത് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അത് ഓരോ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് അനുസരിച്ചായിരിക്കും, കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഉള്ള രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒബ്ജക്ട്സ് എടുത്ത ശേഷം അത് തിരിച്ച് അതിൻ്റെതാകുന്ന പൊസിഷൻസിൽ വെക്കാൻ കുട്ടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ബാസ്ക്കറ്റിലായിരിക്കും വെച്ചിരിക്കുന്നത്, ഷെൽഫിൽ അല്ലെങ്കിൽ ഒരു ട്രേയിലായിരിക്കാം. ഒരു ട്രേ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലായിരിക്കാം വെച്ചിട്ടുണ്ടാവുന്നത്. ഗ്രൂപ്പായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. കുട്ടി ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, കുട്ടിക്ക് ഏത് ആക്ടിവിറ്റി ആണോ ഇഷ്ടം ചെയ്യാനായിട്ട്, അത് കുഞ്ഞ് ആ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പാറ്റേൺസ് എടുത്ത് ആക്ടിവിറ്റി ചെയ്യണം. അതിനുശേഷം ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം എവിടെ നിന്നാണോ കുഞ്ഞത് എടുത്തിട്ടുള്ളത് അതിന്റെ ഒറിജിനൽ പ്ലേസിൽ അത് തിരികെ കൊണ്ടുവയ്ക്കുകയും വേണം. മനസ്സിലായോ? അപ്പോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഷെൽഫില്, ഒരു സ്മോൾ ട്രേയിൽ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലായിരിക്കണം. ഗ്രൂപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം തിരികെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയൂ കേട്ടോ. മെറ്റീരിയൽസ് ആർ കെപ്റ്റ് വിത്തിൻ ദെയർ റീച്ച്. അതായത് കുട്ടികൾക്ക് കയ്യെത്തുന്ന രീതിയിലായിരിക്കും ഈ മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബെൽറ്റ് ഫ്രെയിം കാണിച്ചപ്പോൾ, ബട്ടണിങ് ഫ്രെയിംസ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭിത്തിയിലാണ് അത് ഹാങ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി അത് തൂക്കിയിടരുതെന്ന് അല്ലെ? എവിടെയായിരിക്കണം? അതായത് നമുക്കറിയാം 3 to 6 years പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പൊക്കം എത്രയാണ്, അവരുടെ ഹൈറ്റ് എത്രയാണ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അല്ലെ? ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കാം, എന്നാലും മറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരേ ഹൈറ്റിലായിരിക്കും വരിക. അപ്പോ അവരുടെ കയ്യെത്തി പിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പോ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? മെറ്റീരിയൽ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് വായിച്ചോളൂ കേട്ടോ. Must be of the right size, weight, clean and intact.
അതായത് മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് സൈസിലായിരിക്കണം, അതിന്റെ വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം, അതുപോലെ ക്ലീനും ആയിരിക്കണം. അതിനകത്തൊരു ഇതും ആകാൻ പാടില്ല. ക്യാറ്റ് എന്ന് പറഞ്ഞാല് വൂൾ എന്നാണ് കേട്ടോ അർത്ഥം. വൂൾ, WHOLE. ഓക്കെ. അതായത് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കുട്ടികളുടെ കൈകൾ എന്ന് പറയുന്നത് ചെറിയ കൈകളാണ് അല്ലേ? അല്ലെ, ചെറിയ കൈകളല്ലേ? നമ്മളെ പോലെ വലിയ കൈകളാണോ അവരുടേത്? അല്ല, ചെറിയ കൈകളാണ് അല്ലെ? അപ്പൊ ചെറിയ കൈകളായതുകൊണ്ട് തന്നെ അവരുടെ കൈപ്പത്തി, അവരുടെ ഹാൻഡ് വെച്ച് പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിന്റെ സൈസ് ഉണ്ടാവേണ്ടത്. അതുപോലെ അതിന്റെ വെയിറ്റും അവർക്ക് എന്താ പറയാ പൊക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിന്റെ വെയിറ്റ് ഉണ്ടാവേണ്ടത്. പിന്നെ ക്ലീൻ ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഉപയോഗശേഷം അതൊന്ന് ഒരു ബോട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്ലീൻ ആക്കിയ ശേഷമായിരിക്കണം അതവിടെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ക്ലീൻ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇന്റാക്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കണം. അതായത് അവർക്കത് ഫെമിലറൈസ് നമ്മൾ ചെയ്യിപ്പിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നാലാമത്തെ പോയിന്റ് പറയൂ. are exact among themselves with expectation of valuable quantities which they possess. മനസ്സിലായോ? അതിന്റെ ക്വാണ്ടിറ്റീസ് വ്യത്യാസമായിരിക്കും. അതായത് ഓരോ കുട്ടിയുടെയും മെറ്റീരിയൽസ് എക്സാക്ട് സിമിലർ ആയിരിക്കണം. മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ അന്യോന്യം പറയാനായിട്ട് പാടില്ല. എനിക്ക് ചീത്ത മെറ്റീരിയൽ ആണ് കിട്ടിയത്, നിനക്ക് നല്ല മെറ്റീരിയൽ ആണ് കിട്ടിയത്, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവാം അല്ലെ? ഉണ്ടാവില്ലേ? അത് നിങ്ങൾക്കിടയിലാണെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തന്നെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ തുറന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്കിതയ്ക്ക് കുറച്ചുകൂടി നല്ല സാരിയാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. നൂറിഷക്കാണെങ്കിൽ അതിനേക്കാളും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞൊരു സാരിയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ തമ്മിൽ വർത്തമാനങ്ങൾ ഉണ്ടാവില്ലേ അവിടെ? മിസ് അങ്കിതയ്ക്ക് നല്ലത് കൊടുത്തു, നൂറിഷക്ക് കുറച്ച് അതാണ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണ് കൊടുത്തതെന്നുണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് മെറ്റീരിയൽസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എക്സാക്ട് സിമിലർ ആയിരിക്കണം. അതായത് ഒരേപോലെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ അയ്യോ എനിക്ക് നല്ലത് കിട്ടിയാൽ എനിക്ക് നല്ലത് കിട്ടി, അവന് ചീത്ത കിട്ടി, അങ്ങനെയുള്ള ചില വർത്തമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും കൊടുക്കുമ്പോഴും ഒരേപോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഷുഡ് ബി ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. അതായത് ഒരുപാട് കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ലിമിറ്റഡ് ആയിട്ട് വേണം കൊടുക്കാൻ. അതെ, അതായത് നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ നമുക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 2 പേർക്കും നമ്മൾ ഓരോ 5 വീതം കൊടുത്തു, ഒരു ചോക്ലേറ്റ് വീതം കൊടുത്തു എന്ന് വിചാരിക്കുക. അവരത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കും. അപ്പോ ഈ 2 ചോക്ലേറ്റിന് പകരം നമ്മൾ ഒരു 20 ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അവരത് മൊത്തം കഴിക്കോ? നമ്മളൊന്ന് പറഞ്ഞേ. മുഴുവനും കഴിക്കോ? ഇല്ല. കുറച്ച് കഴിക്കും, കുറച്ച് വേസ്റ്റ് വരുത്തും, പിന്നെ കുറച്ച് കളയും. അങ്ങനെ പല രീതിയിൽ ആ 20 എണ്ണത്തിനെ അവരെന്ത് ചെയ്യും? ശരിയാക്കി എടുക്കും അല്ലെ? അപ്പൊ കൂടുതൽ കൊടുക്കാനായിട്ട് പാടില്ല. എപ്പോഴും ക്വാണ്ടിറ്റിയിൽ, അതായത് ലിമിറ്റഡ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന സാധനം. ഒരു മെറ്റീരിയലിന് പകരം നമ്മൾ 5 മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ നശിപ്പിച്ചിട്ടായിരിക്കും തിരിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. സിക്സ്ത് പോയിന്റ്, are available to the child at the time he prefers to perform them, for they are the means for him to become normalized. അതായത് ഈ കുട്ടിക്ക് അത് യൂസ് ചെയ്യേണ്ട സമയത്ത് അത് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ അവനത് നോർമൽ ആയിട്ട് തോന്നും. അതായത് അൻസി പറഞ്ഞതുപോലെ തന്നെയാണ്, കുട്ടിക്ക് എപ്പോഴാണോ അത് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ നിർബന്ധിച്ചൊരിക്കലും കുട്ടിയെ ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ കമ്പൽ ചെയ്യരുത് ഒരിക്കലും കുട്ടിയെ. കുട്ടിക്ക് ഇഷ്ടം തോന്നണം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ പക്ഷെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എല്ലാ കുഞ്ഞുങ്ങളും അത് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് പ്രാക്ടിക്കൽസിന് വരുമ്പോൾ അമ്മമാരുടെ കൂടെ
കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ വരുത്തിയാണ് ഞങ്ങളത് ചെയ്യിക്കുക. അപ്പൊ ഓരോ കുഞ്ഞുങ്ങൾക്കും അത് ചെയ്യാനായിട്ട് അതായത് അവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡ് ഉണ്ടെങ്കിൽ, അവരെ ഓക്കെ ആണെങ്കിൽ അവര് എന്തായാലും തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ചെയ്തു ശരിയായില്ല എന്ന് വെച്ചിട്ട് പിന്നീട് ആ കുഞ്ഞിനെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വിഡ്രോ ചെയ്യിപ്പിക്കരുത്. 2ഉം 3ഉം പ്രാവശ്യം കുഞ്ഞിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ കുഞ്ഞത് 1 or 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും കുഞ്ഞ് എന്ത് ചെയ്യുക, ആ ആക്ടിവിറ്റി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ കുഞ്ഞിന് അത് ചെയ്യാനുള്ള ഒരു ടൈം ഫ്രെയിം നമ്മൾ കൊടുക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ പറഞ്ഞത്? 6 പോയിന്റും. അപ്പൊ ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം നിങ്ങൾ പ്രാക്ടിക്കൽസിന് വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ ഇപ്പൊ ഞാൻ എടുത്തത്. നമ്മുടെ സുജിതയുടെ സെമിനാർ ഓൾറെഡി ഓക്കെ റെഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുജിത, സുജി കേൾക്കുന്നുണ്ടോ? സെമിനാർ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസന്റ് ചെയ്യാമെന്ന്. സുജിത പോയെന്ന് തോന്നുന്നു, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. യെസ് മാം. ആ സെമിനാർ പ്രസന്റ് ചെയ്തോളൂ. കേൾക്കുന്നുണ്ടോ പറയുന്നേ? മിസ്സേ കേൾക്കാവോ? കേൾക്കാം. സെമിനാർ പ്രസന്റ് ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ് മിസ്. ഞാൻ നെറ്റ്വർക്ക് പുറത്തു പോയപ്പോ നെറ്റ്വർക്കും കൊണ്ട് വന്നതാണ്. സോറി മാം. പ്രസന്റ് ചെയ്തോളൂ. പ്രസന്റ് ചെയ്തോളൂ. Okay, thank you, ma'am. Good afternoon, respected teachers and my dear friends. Today, here, I am presenting to a seminar on a very important topic, the components of communication. Communication is the heart of all human interaction, and without it, learning, relationship, and teamwork would not be possible. Before that, I begin with, let us think. I'm starting with a question and an answer. How do we share our ideas, feelings, or knowledge with others? It happens through communication. Effective communication is not just about talking, but also about listening, understanding, and responding. That's why studying its components is essential. Main components of communication: sender, message, encoding, channel, receiver, feedback, and noise. In this seminar, I will explain the key components of communication: the sender, message, channel, receiver, feedback, and noise, and how they work together to make communication successful. Sender, the person who institutes the message, also known as the source of encoder. Example, a teacher delivers a lecture. Next, message, the actual information, idea, or thought the sender wants to convey. It can be in the form of words, gesture, or symbols. Example, instructions, news, or emotions. Third one, encoding, the process of turning ideas into a form that can be transmitted. This may be spoken words, written text, pictures, or non-verbal cases. Example, writing on email, drawing a chart. Fourth one, channel or medium, the way the message is sent. Example, speaking, writing, or using with phone or WhatsApp. Fifth one, receiver, the person who gets the message. Example, the students listening to the teacher. Sixth one, feedback, the reply or response from the receiver. Example, asking question. 7, noise, anything that disturbs communication. Example, loud sound from during the class. I am preparing this seminar in a short way, not using with big words or big sentences. Next, importance.
helps in improving clarity and effectiveness, avoiding confusion and mistakes, build good relationship, reduces misunderstanding, builds better relationship in personal and professional life. Conclusion. In conclusion, is not just about speaking or writing. It is a complete process that includes the sender, message, channel, receiver, feedback, and even noise. Understanding those components makes us better communication in daily life, education, and career. Communication is not just talking, it is a process of sharing and understanding. If all components work well, communication becomes effective. A famous quotes from famous people about communication. Well, first one, the art of communication is the language of communication by James Humes. Second one, words are of course the most powerful drug used by mankind by Rudyard Kipling. Third one, kind words can be short and easy to speak, but their echoes are truly endless by Mother Teresa. Thank you, my dear friends, to patiently listening me all these times. Thank you, teacher. I prepare only one question from this seminar. Main components. What is the main components of communication? Sender, receiver. സെൻഡർ, റിസീവർ, മെസ്സേജ്, സൗണ്ട്, നോയ്സ്. ശരിയാണോ സുജിത? ആൻസർ ഓക്കെ ആണോ? I said 7 points. Okay, it's okay. 3 points. Okay. Okay, thank you, ma'am. Okay, very good. Okay, അപ്പൊ ആരൊക്കെയാണ് പ്രാക്ടിക്കൽസിന് വരുന്നേ? ഒന്ന് പേരൊന്ന് പറയാമോ? സുജിത. സുജിത വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ മാം പ്രഗ്നന്റ് ആണ്. അന്ന് എന്തെങ്കിലും വരുമോന്ന് അറിയില്ല. പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അശ്മി വരുന്നുണ്ട്, നൂർഷ വരുന്നുണ്ട് അല്ലേ? ഞാനും പേര് കൊടുത്തിട്ടുണ്ട് മാ. ആയിഷത്തുൽ ബുഷ്ര. ഓക്കെ ഓക്കെ. ഞാനുണ്ട് മാം. ഫാത്തിമ. ഫാത്തിമ ഉണ്ട് അല്ലേ? ഓക്കെ. രമ്യ തോമസ്. രമ്യ തോമസ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. തസ്നീം ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും പാരറ്റസ് ഒക്കെ ആയിട്ട് ഇനി ഒന്നും കൂടി ഫെമിലിയർ ആകാനായിട്ട് നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സൈൻ ഔട്ട് സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.